ഒക്കത്തും വച്ചു കൊണ്ടുപോകാമായിരുന്നു. 2 മക്കളാണെങ്കിൽ 2 ഒക്കത്തും വച്ചു കൊണ്ടുപോകാമായിരുന്നു. 3 മക്കളാണെങ്കിൽ ആരെങ്കിലും കൂട്ടിന് വിളിക്കാമായിരുന്നു. ഇത് 336 ഓമന മക്കൾ പിറന്നില്ല. ഞാൻ ഈ കണ്ട ഉണ്ണി മക്കളെ എങ്ങനെ കൊണ്ടുപോകും എന്നോട് എന്ത് കണ്ട് കൂളിവാക്ക നാന്തിക നാല് കത്തിലെടുത്തു. ഓടയിടാൻ ഇടതണ്ടിന് ആല വെട്ടിയെടുത്ത് കൊണ്ടുവന്നു. വലുതായിട്ടൊരു കോരാൻകൊട്ടിയാലെ നെയ്തിരിക്കും മക്കളരികത്തോടെ കൊണ്ടുചെന്ന് ആ കോരാൻകൊട്ടിലാരെ വള്ളാരെ കണ്ട് പറക്കി ഒതുക്കി ചാരി പാടത്ത് കട്ടിറക്കണമാര് അങ്ങോട്ട് ഒതുക്കി ഒച്ചുനേരിക്ക് എന്റെ തൂപ്പൊടിച്ചണലും കുത്തി വലതായിട്ട് ചുമ്മാടും കെട്ടി കൂളിവാക 336 ഓമന മക്കളെടുത്തേറ്റിക്കൊണ്ട് അച്ഛന്റെ ശ്രീ കൈലാസം നോക്കി കൊണ്ടുപോകുന്ന കാലം. ആദ്യമല ചോദ്യമല ശിവലപ്പനോളം കളിച്ചു വഴി പോകുമ്പോ അച്ഛൻ കുളിക്കുന്ന വല്ല നെല്ലിപ്പളങ്കി പേരെടുത്ത് വരുമ്പോ 28 കഴിയാത്ത ഓമന മക്കളും വല്ല നെല്ലിപ്പളങ്കി പേരിലെടുത്ത് ചാടുന്നു. ഓരോരോ മക്കളായിരിക്കുന്നു. ഓരോരോ പുഴങ്ങളുടെ വാരമുള്ള നീന്തി കുളി കാണുമ്പോ കൂളിവാക മക്കളെ കൈ കാട്ടി വിളിച്ചു, കൺകാട്ടി വിളിച്ചു, ആട കാട്ടി വിളിച്ചു, ആഭരണം കാട്ടി വിളിച്ചു. അണിമുല രണ്ടും കുലുക്കി വിളിക്കുമ്പോ 28 കഴിയാത്ത ഓമന മക്കളെ പറഞ്ഞെന്റെ മാതാവേ, നിങ്ങൾ വിളിച്ചാൽ ഞങ്ങളോട്ട് കരകയറില്ല. അച്ഛനേത് അമ്മയേത് ആദ്യം ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണം. അയ്യോ എന്റെ മക്കളെ, അച്ഛനാണെങ്കിൽ ശ്രീ കൈലാസത്ത് ശ്രീ പരമേശ്വരനാണടാ. വളർത്തമ്മയാണെങ്കിൽ പാർവതി മാതാവ്. പെട്ടെടുത്ത ശ്രീ കൂളിവാകി എന്ന ചെറുവെള്ളോത്തി. കാട്ടാളത്തെന്ന പെണ്ണ് വെങ്കിടാവും ഞാനാണ് മക്കളെ. ആടാവുന്ന മക്കൾ നിങ്ങളാണെന്ന് വന്ന ആടിച്ചിരിക്കണ മക്കളെ. വെട്ടുംതിര വെള്ളാട്ട് കഴിക്കണ മക്കൾ നിങ്ങളാണെന്ന് വന്ന വെട്ടുംതിര വെള്ളാട്ട് കഴിച്ചിരിക്കണ മക്കളെ. വീത് കലശങ്ങൾ കഴിക്കണ മക്കൾ നിങ്ങളാണെന്ന് വന്ന വീത് കലശങ്ങൾ കഴിച്ചിരിക്കണ മക്കളെ. കളമ്പാട്ട് കഴിക്കണ മക്കൾ നിങ്ങളാണെന്ന് വന്ന കളമ്പാട്ട് കഴിച്ചിരിക്കണ മക്കളെ. എന്ന വണ്ടമരളി പറയുമ്പോ മക്കൾ 2ാം വട്ടം വരെ കൊടുക്കുമ്പോ കൊത്തിയിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെ ഇരുമ്പുമ കയറ്റി വെക്കും വണ്ണം 2ാം വട്ടം കോരാങ്കോട്ട് പോയത് 336 ഓമന മക്കളെടുത്തേറ്റിക്കൊണ്ട് അച്ഛന്റെ ശ്രീ കൈലാസം നോക്കി കൊണ്ടുപോകുന്ന കാലം. ലോകം കടന്ന് മന്ത്രലോകം, ദേവലോകം, സ്വർഗലോകങ്ങളും കടന്ന് 74 ലോകങ്ങളും കടന്നു. 7 മാനം എന്ന വെള്ളിത്തടിച്ച പോർമുറ്റത്ത് ചെന്നു. പടതലത്തിൽ കൊണ്ട് കോരാങ്കോട്ട കിടക്കുമ്പോ മക്കളായിരിക്കുന്നു നായ ആട്ടു തുടങ്ങുമ്പോ അച്ഛനായിരിക്കുന്നു തിക്ക് നിരക്കും കേട്ട് കീഴോര് മണ്ഡപത്തിലേക്ക് മറിഞ്ഞു നോക്കുമ്പോ കൂളിവാകനെ കണ്ടു. അരികത്ത് 336 ഓമന മക്കളെ കാണുമ്പോ അച്ഛൻ ഓടിച്ചെന്നു. എന്തിനാണ് എന്റെ കൂളിവാകി കണ്ട് ഉണ്ണി മക്കളെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അയ്യോ എന്റെ അച്ഛ ശ്രീ പരമേശ്വര, നിങ്ങളിപ്പോ എന്നെ അറിയില്ലല്ലേ? അയ്യോ അച്ഛ ശ്രീ പരമേശ്വര, അങ്ങയുടെ ഉണ്ണിമക്കളാണ്. 21 കൊടുത്തു മക്കളെ. നല്ലൊരു ഞാണം ഒന്ന് കെട്ടി 4 പേര് കൂട്ടി വിളിക്കന്നെ പരമേശ്വര. അയ്യോ ഉണ്ണിമക്കളെ നല്ലൊരു ഞാണുമായി എക്കട്ടെ ഉണ്ണിമക്കളൊക്കെ എൻ്റെ ഉണ്ണിമക്കളാണെന്ന് പാർവതി മാതാവ് അങ്ങനെ മറഞ്ഞു പോയെന്ന് വന്ന കുറ്റമുണ്ട്, കുറവെള്ളക്കേടുണ്ട്. ഈ കണ്ട് ഉണ്ണിമക്കളെ നല്ലൊരു ഞാണം ഒന്ന് കെട്ടി 4 പേരൊന്ന് കൂട്ടി വിളിക്കണമെന്ന് വന്ന നമ്മളുടെ നാട്ടിലുള്ള പഞ്ഞി നൂല് പരത്തി നൂല് മുഴുവനും ഒടുങ്ങിപ്പോകും എൻ്റെ കൂളിവാകെ. ഇത് ഒന്നും പറഞ്ഞാലോട്ട് മതി പോരില്ല മക്കളെ. നല്ലൊരു ഞാണം ഒന്ന് കെട്ടി 4 പേര് കൂട്ടി വിളിക്കണം എന്നിനോട്ട് കേൾക്കുമ്പോ അച്ഛൻ്റെ തൃശ്ശട വലിച്ചെടുത്ത് ഭൂമി സ്ഥാനത്ത് ഒരു രടിക്കുമ്പോ പലതായിട്ടൊരു പാർവള്ളിത്തോട്ടം വന്ന് ഊർതിരിഞ്ഞു എൻ്റെ കൂളിവാകെ. ആ കാണുന്ന പാർവള്ളിത്തോട്ടം ഓടിച്ചലടി. ഒരു കെട്ട് പാർവള്ളിത്തണിനാലെ വെട്ടിയെടുത്തുകൊണ്ട് വരികയാണ് എന്നിനോട്ട് കേൾക്കുമ്പോ കൂളിവാക കാണുന്ന പാർവള്ളിത്തോടർ ഓടിച്ചെന്നു. ഒരു കെട്ട് പാർവള്ളിത്തണിനാലെ ചാമച്ച് മുഴം വെച്ച് വെട്ടിയെടുത്തുകൊണ്ട് വരുമ്പോ അച്ഛന്റെ ശ്രീ കൈലാസം അടിച്ചു തെളിച്ചു നിറവറ മണിവിളക്കുളത്തി വെക്കുമ്പോ അച്ഛന്റെ വലം ഭാഗത്ത് ഒരു കെട്ട് പാർവള്ളിത്തണിനാല കൊണ്ട് കീഴറക്കി കൂളിവാക. അച്ഛനായിരിക്കുന്നു ഓരോരോ മക്കളെ വാരിയെടുത്തു പാറവള്ളിത്തണ്ണിനാല കൊണ്ട് നല്ലൊരു ഞാണമായി കെട്ടി 335 ഓമന മക്കളെ ഓരോരടുകെ പേര് വിളിച്ചു. ആദ്യകുട്ടി ഓമനക്കുട്ടി, കരിങ്കുട്ടി, പുഞ്ചനെല്ലൂർ കുട്ടി, തീക്കുട്ടി, പൂക്കുട്ടി, മറിമായം കുട്ടി, ഓടുംകുട്ടി, ചാടുംകുട്ടി, പന്തല്ലൂർ കുട്ടി, പറക്കുട്ടി, മഷിക്കുട്ടി എന്ന് മകനെ പേര് വിളിച്ചു. ഇളവള്ളിക്കുട്ടി എന്ന് മകനെ പേര് വിളിച്ചു. പുഞ്ചനെല്ലൂർ കുട്ടി എന്ന് മകനെ പേര് വിളിച്ചു. ഇളവള്ളി ചാത്ത, കാര് ചാത്ത, മൂക്കാൻ ചാത്ത, ഉമ്മാമൻ ചാത്ത, ചീരക്കുഴി ചാത്ത, വാകിൽ ചാത്ത, കോതച്ചാത്ത, തീച്ചാത്ത, പൂച്ചാത്ത, മായ ചാത്ത, മറിമായം
ചാത്ത മാരണച്ചാത്ത എന്ന് മകന് പേര് വിളിച്ചു. മൂക്കാൻ ചാത്ത എന്ന് മകന് പേര് വിളിച്ചു. അങ്ങനെ 335 ഓമന മക്കളെ പേര് വിളിച്ചു. ഒക്കെയിലേക്ക് മുടൽ പറഞ്ഞ മകനെ ഇങ്ങോട്ട് പിടിക്കുമ്പോ മകൻ അകന്നകന്ന് മാറുന്നു. മുട്ടും കുത്തി ചമ്മണ പടിയിട്ടിരുന്നു. ചോരക്കണ്ണണ് തുറിപ്പിച്ച് അച്ഛനോട് ചോദിച്ചു, നിങ്ങൾ വല്ല തേവാര പൂജയ്ക്ക് പോകുമ്പോ കെട്ടിത്തഴുകുന്ന പാൽപശുവിനെ കട്ട കള്ളന്മാർ ഞങ്ങളാണോ? ദേവാരം പൊന്തി എങ്ങാനും കട്ട കള്ളന്മാർ ഞങ്ങളാണോ? എന്റെ നാച്ചേട്ടന്മാരെ കട്ട കള്ളന്മാരെ പോലെ പാറവള്ളിത്തണ്ണിനാല കൊണ്ട് നല്ലൊരു ഞാണമായി കെട്ടി പേര് വിളിച്ചില്ലേ? ആ വണ്ണം പേര് വിളിക്കുവാൻ ഞാനൊട്ട് സമ്മതിക്കില്ല നല്ല ചാ. പേര് വിളിക്കണമെന്ന് പറഞ്ഞ അച്ഛന്റെ വലമേ കിടക്കുന്ന മഞ്ഞപ്പിരണ പൂണ നൂല് നിന്ന് ഒരിഴ പൊട്ടിച്ചെടുത്ത് ചുറ്റുതിരുന്ന മുകളിരിക്കുന്ന കങ്കമണി കനകമണി മുത്തുമണി രക്തമണി കൊത്തുനൂല് എൻ്റെ അരലി നൂലോട് നൂലിനെ ഞാണമായി കെട്ടി എൻ്റെ അച്ഛൻ്റെ മായ പെരുന്ന് കൂട്ടി വിളിച്ചില്ലെന്ന് വന്ന സ്ത്രീ കൈലാത്തും ചുട്ടു പൊട്ടിച്ചല്ലാതെ ഞാനും ഇവിടുന്ന് വഴി പോകില്ല എന്നിനോട്ട് കേൾക്കുമ്പോ അച്ഛൻ മകനെ വാരിയെടുത്തു. അച്ഛൻ്റെ മഞ്ഞപ്പിരണ പൂണൂലിൽ നിന്ന് ഒരിഴ പൊട്ടിച്ചെടുത്തു. അച്ഛൻ്റെ മഞ്ഞച്ചിരണ പൂണൂലിൽ നിന്ന് ഒരിഴ പൊട്ടിച്ചെടുത്ത് ചുറ്റുതിന്റെ മുകളിരിക്കുന്ന കങ്കമണി കനകമണി മുത്തുമണി രക്തമണി കോർത്ത് നൂലുമാട് അറിയിൽ നൂലോട് നൂലിനെ ഞാണമായി കെട്ടി അണിമുഖത്തോടമൊപ്പം പൊക്കി വിളിച്ചു ഏറ്റടത്തിൽ കൊണ്ട് ചന്ദനം കൊണ്ട് പൊട്ടികുത്തി. ഇടം ചവിട്ടിൽ കരണമന്ത്രം ഉപദേശിച്ചു. വലം ചവിട്ടിൽ വിഷുവിന്റെ മായത്തി പിറന്ന മകന് ഓമന പൊന്നുണ്ണി വിഷുമായേ വിഷുമായ വിഷുമായേ വിഷുമായ മായ ചാത്ത മായ ചാത്ത മായ ചാത്ത അഴകിയ പേര് വിളിച്ചു പരമേശ.